നമഃ ശിവായ. ഓം നമോ നാരായണായ. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം നമഃ ശിവായ. ഗുരുജനങ്ങളെ, ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞങ്ങളുടെ പുതിയ സംരംഭമായ വേദപ്രയാഗ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കുകയുണ്ടായി. തദവസരത്തിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയും ചെയ്ത എല്ലാ ക്രൂ മെമ്പേഴ്സിനും ആദ്യമായി ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. വേദപ്രയാഗ് മീഡിയ എന്ന ഞങ്ങളുടെ ഈ പുതിയ സംരംഭം തുടങ്ങുവാനായിട്ട് ഞങ്ങൾ പ്രേരിപ്പിച്ച ഘടകങ്ങൾ 2-3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ദൈനംദിന കർമ്മങ്ങളിൽ ഓരോ വ്യക്തികളുമായിട്ടും ഓരോ ഹിന്ദുക്കളുമായിട്ടും ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള അവരുടെ അജ്ഞാനത്തെപ്പറ്റിയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ അവർക്കുള്ള അജ്ഞതയെപ്പറ്റിയും ഞങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്ഷേത്രങ്ങളിലും ഭാഗവത സപ്താഹയജ്ഞം വളരെ നല്ല രീതിയിൽ നടത്തിപ്പോകുന്നുണ്ട്. എങ്കിലും ഭാഗവതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കാര്യം മാത്രം കേട്ടിരിക്കുന്ന, ഏതെങ്കിലും ഒരു കഥ മാത്രം കേട്ടിരിക്കുന്ന ഒരു ഹിന്ദു എന്നുള്ള നിലയിലുള്ള ഒരുപാട് ആളുകൾ ആ ഒരു യജ്ഞത്തിൽ പങ്കാളികളാവുന്നുണ്ടാവും. ബഹുമാന്യനായ യജ്ഞാചാര്യൻ അവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് ചോദിക്കും, ആർക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം എന്ന്. പക്ഷേ സദസ്സിലിരിക്കുന്ന, വേദിയിലിരിക്കുന്ന ഒരാൾ പോലും ഒരു സംശയം ചോദിച്ചിട്ടുണ്ടാവില്ല. ഹിന്ദുവിന് അവനവൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് അതിലറിവുണ്ടാവാൻ ശ്രമിക്കുക എന്നത് അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം കണ്ട് ശീലിച്ച് ഞങ്ങളെക്കൊണ്ടാകാവുന്ന ഒരു പരിഹാരം ഇതിന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വേദപ്രയാഗ് മീഡിയ എന്ന ഈ പുതിയ സംരംഭത്തിലൂടെ. ഈ ഓൺലൈൻ ചാനൽ പ്രവർത്തിക്കുന്നത് 24 മണിക്കൂറും നിങ്ങളുടെ സംശയങ്ങൾ എന്തുമാകട്ടെ അവ നേരിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലേക്ക് വിളിച്ചു ചോദിക്കാവുന്നതും സംശയ നിവാരണം നടത്തിയെടുക്കാവുന്നതുമാണ്. ഇതിലൂടെ ഓരോ വ്യക്തിയുടെയും അജ്ഞതയും സംശയങ്ങളും മാറ്റിയെടുക്കുക എന്ന് ഞങ്ങളെക്കൊണ്ടാകാവുന്ന വിധം ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. നമുക്കറിയാം, എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ സനാതനധർമ്മത്തിനെതിരെയുള്ള വെടിയൊച്ചകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാനായി എല്ലാ ബഹുരാഷ്ട്ര ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇന്ന് വരെ സനാതനധർമ്മത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നുമില്ല.
പക്ഷേ നമ്മളുടെ ജനങ്ങൾ ആത്മീയമായിട്ട് ഉയർന്നു വരണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകളും തൻ്റെ ഒരു ഭൗതിക ജീവിതത്തിലുണ്ടാവാവുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി പോകുമ്പോൾ അവിടെ പറ്റിക്കാനിരിക്കുന്ന സ്വാമിമാരും കള്ളസ്വാമികളും കള്ളതന്ത്രിമാരും കള്ളപുരോഹിതന്മാരുമുള്ള ഒരു രാജ്യത്താണ് നമ്മളിരിക്കുന്നത്, ഒരു സമൂഹത്തിലാണ് നമ്മളിരിക്കുന്നത്. അവരെ ഇകഴ്ത്തിക്കാട്ടുവാനോ ഒന്നിനുമല്ല നമ്മുടെ ശ്രമം. പക്ഷേ നമ്മളുടെ സഹോദരങ്ങൾ ആ ഒരു ചതിക്കുഴിയിൽ പോയി വീഴരുത് എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ലക്ഷങ്ങളും പതിനായിരങ്ങളും പൂജകൾക്ക് പ്രതിഫലമായി ചോദിച്ചു വാങ്ങുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കൂണുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഹിന്ദുവിന് അവൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു ശ്രമം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഓരോരുത്തരും ഈ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ട് വരണമെന്നാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം. നിങ്ങളിത് പൂർണ്ണമായി ഉപയോഗിക്കുക. നിങ്ങൾക്കിത് ഉപകരിച്ചു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അടുത്ത ആൾക്കത് ഷെയർ ചെയ്തു കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴത്ത് രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും 24 മണിക്കൂറും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തു തന്നെയായാലും അത് നിവാരണം ചെയ്യാനായിട്ട് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. എല്ലാ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ ചാനലിലേക്ക് ഹൃദയംഗമമായി ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡിനായി നിങ്ങൾ കാത്തിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. നമസ്കാരം.